ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഗണിതം, അതായത് നാളത്തെ നിങ്ങളുടെ എക്സാമിൻ്റെ 2026 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. സോ നമുക്കിവിടെ ചോദ്യങ്ങൾ നോക്കാം. ഇതിൽ 5 പ്രവർത്തനങ്ങൾക്ക് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. 4, 5 എന്നിവയിൽ ഓരോന്നിനും 2 പ്രവർത്തനം വീതമുണ്ട്. ആദ്യത്തെ പ്രവർത്തനം ചിത്രപട്ടികയാണ്. 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ചുവടെ തന്നിരിക്കുന്നു. ഇവിടെ താഴെ നിങ്ങൾക്കൊരു ടേബിൾ നൽകിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കോളത്തിൽ ഇഷ്ടപ്പെട്ട വിനോദങ്ങളുടെ പേരാണ് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ കുട്ടികളുടെ എണ്ണമാണ്. മൂന്നാമത്തെ കോളത്തിൽ വിനോദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ചിത്രം എന്ന് പറയുന്നത് 6 എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇനി താഴെ ചോദ്യം നോക്കാം. പട്ടികയിലെ വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാക്കുക. ഇവിടെ നോക്കിയ ആദ്യത്തേതിൽ എത്ര ബോളുകളാണ് അവിടെ നൽകിയിട്ടുള്ളത്? 1, 2, 3, 4. 4 ബോളുകളല്ലേ? 4 പന്തുകളാണ്. അതിൽ ഒരു പന്ത് എന്ന് സൂചിപ്പിക്കുന്നത് 6 എണ്ണത്തെയാണ്. അതായത് 4 ബോളുകൾ എന്ന് പറയുന്നത് 4 6 ആണ്. 4 6 24 അല്ലേ? അങ്ങനെയാണ് അവിടെ കുട്ടികളുടെ എണ്ണം 24 കിട്ടിയത്. ഇനി താഴെ നോക്കിക്കേ, 3 ബാറ്റുകളാണ് നൽകിയിട്ടുള്ളത്. അതായത് ഒരു ബാറ്റിനെ 6 എണ്ണം എന്ന് സൂചിപ്പിക്കുന്നു. 3 ബാറ്റിനെ 3 ഗുണിക്കണം 6 എത്രയാണ്? 18. അവിടെ 18 എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് താഴെയുള്ളത് 2 ബാറ്റാണ്. ഒരു ബാറ്റ് 6 എണ്ണമാണ്. 2 ബാറ്റ് ആകുമ്പോൾ 2 ഗുണിക്കണം 6. അടുത്തത് അവസാനത്തത് ബോളുകളാണ്. അവിടെ 5 എണ്ണമുണ്ട്. അതായത് 5 ഗുണിക്കണം 6 ആണ് ചെയ്യേണ്ടത്. 5 ഗുണിക്കണം 6 30 ചോദ്യം ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബി ചോദ്യമാണ്. ക്രിക്കറ്റ് ഇഷ്ടമുള്ള കുട്ടികളെക്കാൾ എത്ര പേർ കൂടുതലാണ് വോളിബോൾ ഇഷ്ടപ്പെടുന്നത്? ഇവിടെ ക്രിക്കറ്റിന്റെ കോളത്തിൽ നോക്കിക്കേ, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നത് 18 കുട്ടികളാണ്. വോളിബോൾ ഇഷ്ടപ്പെടുന്നതോ 30 കുട്ടികളാണ്. അതായത് 18നെക്കാട്ടിലും എത്ര കൂടുതലാണ്? 30. 12 അല്ലേ? സോ അവിടെ ഉത്തരം 12 ആണ്. അടുത്തത് സി ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്ക് മാർക്ക് ഇടുക എന്നാണ്. ഫുട്ബോൾ, വോളിബോൾ എന്നിവ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഒരുപോലെയാണ്. നമുക്ക് എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ ടേബിളിന്റെ സ്ക്രീൻഷോട്ട് താഴെ ഇവിടെ കൊടുക്കാം. ആദ്യത്തെ പ്രസ്താവനയിൽ പറയുന്നത് ഫുട്ബോളും വോളിബോളും ഒരുപോലെയാണെന്നാണ്. തെറ്റാണ്. ഫുട്ബോൾ 24 ആണ്, വോളിബോൾ 30 ആണ്. രണ്ടാമത്തേത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. ക്രിക്കറ്റിൻ്റെത് ഫുട്ബോളിനെക്കാട്ടിലും കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും തെറ്റാണ്. അടുത്തത് സി, ഏറ്റവും കുറവ് എണ്ണം കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ക്രിക്കറ്റ് ആണ്. അല്ല, ബാഡ്മിൻ്റൺ ആണ് ഏറ്റവും കുറവ് കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. സോ സി പ്രസ്താവനയും തെറ്റാണ്. അടുത്തത് ഡി, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് വോളിബോൾ ആണ്. അത് ശരിയാണ് അല്ലേ? 30 കുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതായത് ഡി പ്രസ്താവന ശരിയാണ്. അടുത്തത് പ്രവർത്തനം 2 പാക്കറ്റുകളാക്കാം. പ്രവൃത്തി പരിചയമേളയിൽ കുട്ടികൾ ഉണ്ടാക്കിയ ചന്ദനത്തിരിയുടെ എണ്ണം നോക്കൂ. ഇവിടെ ഓരോരുത്തരുടെ പേരും അവർ നിർമ്മിച്ചിട്ടുള്ള ചന്ദനത്തിരിയുടെ എണ്ണവും നിങ്ങൾക്ക് കോളത്തിലാക്കി നൽകിയിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ആകെ ഉണ്ടാക്കിയ ചന്ദനത്തിരിയുടെ എണ്ണം എത്ര? ആകെ എത്രയാണ് ഉണ്ടാക്കിയതെന്ന് അറിയാൻ ഓരോരുത്തരും ഉണ്ടാക്കിയ എണ്ണം കൂട്ടി നോക്കിയാൽ പോരെ. അതായത് 160 കൂട്ടണം, 171 കൂട്ടണം, 138 കൂട്ടണം, 131. എത്രയാണ് കിട്ടുന്നത്? അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 600 ആണ്. 600 എണ്ണമാണ് ആകെ ചന്ദനത്തിരിയുടെ എണ്ണം വരുന്നത്. ബി ചോദ്യം, റീന നിർമ്മിച്ച ചന്ദനത്തിരി 20 എണ്ണം വീതമുള്ള പാക്കറ്റുകളാക്കി. ആകെ എത്ര പാക്കറ്റുകൾ ഉണ്ടാകും? റീന നിർമ്മിച്ചത് അവൾ 20 എണ്ണം വീതമുള്ള പാക്കറ്റുകളാണ് ആക്കിയത്. അവൾ നിർമ്മിച്ചത് എണ്ണം 160 ആണ്. 160നെ നമുക്ക് 20 എണ്ണം വീതമുള്ള പാക്കറ്റുകളാക്കണം. ഒരു പാക്കറ്റിൽ 20 ആണുള്ളത്. അങ്ങനെ എത്ര പാക്കറ്റുകൾ ഉണ്ടാക്കാം? 160ൽ എത്ര 20 ഉണ്ടെന്ന് നോക്കിക്കേ. 160 ഹരിക്കണം 20. 8 ഉത്തരം വരുന്നത്. റീനയ്ക്ക് 8 പാക്കറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത് സി ചോദ്യമാണ്. ഒരു പാക്കറ്റ് ചന്ദനത്തിരിയുടെ വില 20 രൂപയാണ്. 30 പാക്കറ്റ് വിറ്റു. എത്ര രൂപ കിട്ടി? ഒരു പാക്കറ്റിന് 20 രൂപയാണ്. അങ്ങനത്തെ 30 പാക്കറ്റുകളാണ് വിറ്റത്. അപ്പോൾ എത്ര രൂപ കിട്ടിയെന്ന് കാണാൻ 30 ഗുണിക്കണം 20 ചെയ്ത് നോക്കൂ. 600 ഉത്തരം കിട്ടുന്നത്. അടുത്തത് ഡി ചോദ്യം, 20 എണ്ണം വീതമുള്ള 7 പാക്കറ്റുകളാക്കാൻ ഫാത്തിമയ്ക്ക് എത്ര ചന്ദനത്തിരി കൂടി വേണം? ആദ്യം 20 എണ്ണമുള്ള വീതമുള്ള 7 പാക്കറ്റുകളാക്കിയാൽ എത്ര ചന്ദനത്തിരിയാണ് വരുന്നതെന്ന് നോക്കുക. അതായത് ഇവിടെ 20 വേണം അല്ലേ?
ഒരു പാക്കറ്റിൽ 20, ഒരു പാക്കറ്റിൽ 20, ഒരു പാക്കറ്റിൽ 20, അങ്ങനത്തെ പാക്കറ്റുകൾ വേണം. അതായത് ഗുണിക്കണം 20 140 പക്ഷേ ഇവിടെ ഫാത്തിമയുടെ കയ്യിൽ 138 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് എത്ര കൂടി വേണം? 2 എണ്ണം കൂടി വേണം. 140 ആവാന് 140 ആവാന് 2 എണ്ണം കൂടിയാണ് വേണ്ടത്. അടുത്തത് ഈ ചോദ്യമാണ്. 8 ഗുണിക്കണം 20 160 ആണ്. എങ്കിൽ 9 ഗുണിക്കണം 20 തുല്യമായതിന് നേരെ ശരിയിടുക. ചോദ്യം 160നോട് 1 കൂട്ടിയത് 161 അല്ലേ വരിക? അത് തെറ്റാണ്. 160നോട് 9 തവണ 20 കൂട്ടിയത് അത് ആവശ്യമുണ്ടോ? ഇല്ല. അടുത്തത് 160നോട് 1 തവണ 20 കൂട്ടിയത് ശരിയാണല്ലോ. 8 ഗുണിക്കണം 20 160 ആണ്. 9 ഗുണിക്കണം 20 കിട്ടാൻ 160നോട് 1 തവണ 20 കൂട്ടിയാൽ മതി. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്തത് പ്രവർത്തനം 3, വാർഷികാഘോഷം. ചോലവയൽ LP സ്കൂളിൽ വാർഷികാഘോഷത്തിന് ചെലവായ തുക താഴെ തന്നിരിക്കുന്നു. ഇവിടെ ഇനങ്ങളുടെ പേരും ആകെ എത്രയാണ് അവർക്ക് ചിലവായത് എന്ന തുകയും നൽകിയിട്ടുണ്ട്. വാർഷികാഘോഷത്തിന് ഏറ്റവും കൂടുതൽ തുക ചെലവായത് ഏത് ഇനത്തിനാണ്? നിങ്ങൾ നോക്കിക്കേ, ഓരോ സംഖ്യയും വായിച്ചു നോക്കിക്കേ. ഭക്ഷണത്തിന് 7480 ആണ്. ലൈറ്റ് ആൻഡ് സൗണ്ടിന് 8500 ആയിട്ടുണ്ട്. സമ്മാനത്തിന് 2000. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഏതാണ്? ലൈറ്റ് ആൻഡ് സൗണ്ട് ആണല്ലേ. സോ നിങ്ങൾ അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് എഴുതി കൊടുക്കുക. ബി ചോദ്യം, ഭക്ഷണത്തിന് ചെലവായതിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് ചെലവായത്? ഇവിടെ ഭക്ഷണത്തിന് 7480 ആണ്. ലൈറ്റ് ആൻഡ് സൗണ്ടിന് 8500 ആണ്. എത്ര തുക കൂടുതലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 8500 നിന്നും 7480 കുറയ്ക്കുക. 1020 ആണ് കിട്ടുന്നത്. അതായത് ഭക്ഷണത്തേക്കാൾ 1020 കൂടുതലാണ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് ചെലവായത്. അടുത്തത് സി ചോദ്യമാണ്. വാർഷികത്തിന് ആകെ എത്ര രൂപ ചെലവായി? അതറിയാൻ എല്ലാ 3 തുകയും കൂടി കൂട്ടിയാൽ പോരെ. അതായത് ഭക്ഷണത്തിന് 7480, ലൈറ്റ് ആൻഡ് സൗണ്ടിന് 8500, പിന്നെ പ്രൈസിന് സമ്മാനത്തിന് എത്രയാണ്? 2000. ഇത് 3ഉം കൂടി കൂട്ടി നോക്കിക്കേ. 3ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 17980 എന്നാണ്. ഡി ചോദ്യം, സമ്മാനത്തിന് ചെലവായ തുക 4 പൂർവ്വ വിദ്യാർത്ഥികൾ തുല്യമായി തന്നു. ഒരാൾ എത്ര രൂപ തന്നു? ഇവിടെ സമ്മാനദാനത്തിന് ചിലവായത് 2000 രൂപയാണെന്ന് മുകളിലത്തെ പട്ടികയിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ പറയാണ് 2000 രൂപ 4 പേര് ചേർന്നിട്ട് തരികയാണെന്ന്. അപ്പോൾ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരാൾ നൽകുന്നത് 2000 ഹരിക്കണം 4 ചെയ്താൽ മതി. നമുക്ക് 500 എന്നാണ് കിട്ടുന്നത്. ഒരാൾ നൽകിയ തുക 500 രൂപയാണ്. അടുത്തത് ഈ ചോദ്യം, നോട്ടുകളുടെ എണ്ണവും അവയുടെ തുകയും ചുവടെ തന്നിരിക്കുന്നു. ശരിയായത് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? രണ്ടാമത്തെ സൈഡിലുള്ളത് എത്രയാണ് തുക വരുന്നത് ആദ്യം അവിടെ എഴുതി വെക്കാം. എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ 500ന്റെ 8 നോട്ടുകൾ എന്ന് നൽകിയിട്ടുണ്ട്. 500 8 എത്രയാണ്? 5 ഗുണിക്കണം 8 40 ആണ്. 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക, 4000 ആയി. അടുത്തത് 100ന്റെ 10 നോട്ടുകളാണ്. 100 ഗുണിക്കണം 10 1000 ആണ്. അടുത്തത് 100ന്റെ 20 നോട്ടുകൾ എന്ന് പറഞ്ഞാൽ 100 ഗുണിക്കണം 20 2000 ആണ്. അടുത്തത് 500 ഗുണിക്കണം 6 5 ഗുണിക്കണം 6 30 ആണ്. 2 പൂജ്യങ്ങൾ കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വായിക്കാം 2000 രൂപ. ഇതിലേതാണ് 2000 രൂപക്ക് മേച്ചായിട്ടുള്ളത്? ഓപ്ഷൻ ഇ ആണല്ലേ, 100ന്റെ 20 നോട്ടുകൾ. അടുത്തത് 3000 രൂപ. ഇതിന് യോജിച്ചത് 500ന്റെ 6 നോട്ടുകൾ എന്നാണ്. 4000 രൂപ 500ന്റെ 8 നോട്ടുകൾ. 1000 രൂപ രണ്ടാമത്തെ ഓപ്ഷനാണ്, 100ന്റെ 10 നോട്ടുകൾ. എളുപ്പത്തിൽ നമ്മൾ യോജിച്ചില്ലേ? നിങ്ങൾ ആദ്യമേ ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതെ പെട്ടെന്ന് യോജിക്കാൻ പറ്റുന്നതാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ളത് അവസാനത്തെ ഓപ്ഷൻ ഡി ആണ്. ഇനി പ്രവർത്തനം 4 ആണ്, ഉൽപ്പന്ന ശേഖരണം. ഇതിൽ എ ചോദ്യവും ബി ചോദ്യവും ഉണ്ട്. ആദ്യം എ ചോദ്യം നോക്കാം. ഉപജില്ലാ കലോത്സവത്തിനോടനുബന്ധിച്ച് നടത്തിയ ഉൽപ്പന്ന ശേഖരണത്തിൽ കിട്ടിയ സാധനങ്ങളുടെ വിവരം താഴെ തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഓരോ സാധനങ്ങളുടെ പേരും അത് എത്രയാണെന്നും താഴെ ബോക്സിലാക്കിയിട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് ചോദ്യം നോക്കാം. നേന്ത്രക്കായയുടെ തൂക്കം കിലോഗ്രാമിൽ എഴുതുക. ഇവിടെ നേന്ത്രക്കായ 1 കിൻഡലും 8 കിലോഗ്രാം ആണെന്നുമാണ് നൽകിയിട്ടുള്ളത്. ഇത് കിലോഗ്രാമിൽ മാത്രമായിട്ടാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. നമുക്കറിയാം 1 കിൻഡൽ എന്നാൽ എത്രയാണ്? 1 കിൻഡൽ 100 കിലോഗ്രാം ആണ്.
സോ ഇവിടെ ഒരു ക്വിൻ്റലിനെ 100 കിലോഗ്രാമിലേക്ക് മാറ്റുക. 8 കിലോഗ്രാം എന്നുള്ളത് അതേപോലെ, അതായത് 100 കൂട്ടണം 8, 108 കിലോഗ്രാം ആണ് ആകെയുള്ളത്. 108 കിലോഗ്രാം എന്നാണ് നിങ്ങൾ കോളത്തിൽ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് ബി ചോദ്യം. കലോത്സവത്തിന്റെ 1-ാം ദിവസം 1 ക്വിൻ്റൽ 50 കിലോഗ്രാം അരി ഉപയോഗിച്ചു. ബാക്കിയുള്ള അരിയുടെ തൂക്കം എഴുതുക. ഇവിടെ ആകെയുള്ള അരി എന്ന് പറയുന്നത് 3 ക്വിൻ്റലും 25 കിലോഗ്രാമുമായിരുന്നു. നമുക്കിവിടെ കുറയ്ക്കേണ്ടത്, അതായത് 1-ാമത്തെ ദിവസം ഉപയോഗിച്ചത് 1 ക്വിൻ്റലും 50 കിലോഗ്രാമുമാണ്. ഇവിടെ 3 ക്വിൻ്റൽ 25 കിലോഗ്രാമിൽ നിന്നും 1 ക്വിൻ്റൽ 50 കിലോഗ്രാം ആണ് കുറയ്ക്കേണ്ടത്. കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തത്തിൽ കിലോഗ്രാമിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതായത് 3 ക്വിൻ്റലിനെ മാറ്റണം. 3 ക്വിൻ്റൽ, 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. 3 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം 100, 300 കിലോഗ്രാം ആണ്. പിന്നെ ചോദ്യത്തിലുള്ള 25 കിലോഗ്രാമും കൂട്ടുമ്പോൾ 325 കിലോഗ്രാം അരിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എന്ന് കിട്ടി. അടുത്തത് 1 ക്വിൻ്റലിനെ നമുക്ക് മാറ്റണം. 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. പിന്നെ ചോദ്യത്തിലുള്ള 50 കിലോഗ്രാമും. അപ്പോൾ എത്രയായി? 100 കൂട്ടണം 50, 150 കിലോഗ്രാമായി. ഇനി 325 നിന്നും 150 കുറയ്ക്കാമല്ലോ. 5 നിന്ന് 0 പോയാൽ 5 ആണ്. 2 നിന്ന് 5 പോവില്ല, കടമെടുക്കും. 12 നിന്ന് 5 പോയാൽ 7 ആണ്. 2 നിന്ന് 1 പോയാൽ 1 ആണ്. 175 കിലോഗ്രാം ആണ് ബാക്കിയുള്ളത്. അടുത്ത ചോദ്യം സി. ചേനയുടെ തൂക്കത്തെക്കാളും എത്ര കൂടുതലാണ് തേങ്ങയുടെ തൂക്കം? ഇവിടെ ചേനയുടെ തൂക്കം 1 ക്വിൻ്റലും 10 കിലോഗ്രാമുമാണ് നൽകിയിട്ടുള്ളത്. തേങ്ങയുടെ തൂക്കം 1 ക്വിൻ്റലും 70 കിലോഗ്രാമുമാണ്. ഇവിടെ നമുക്ക് എളുപ്പത്തിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതായത് 1 ക്വിൻ്റലും കട്ടായി പോവും. 70 കിലോഗ്രാമിൽ നിന്ന് 10 കിലോഗ്രാം കുറയ്ക്കുക, അതായത് 60 കിലോഗ്രാം. ചേനയെക്കാട്ടിലും 60 കിലോഗ്രാം കൂടുതലാണ് തേങ്ങയുള്ളത്. അടുത്തത് ഡി ചോദ്യമാണ്. ചുവടെ കൊടുത്തവയിൽ ശരിയായതിന് നേരെ ടിക്ക് മാർക്ക് ഇടുക. 1 ടൺ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണെന്നാണ്, തെറ്റാണ്. 1 ടൺ എന്ന് പറഞ്ഞത് 1000 കിലോഗ്രാം ആണ്, ശരിയാണ്. 1 ടൺ എന്തിന് സമമാണ്? 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്, പഠിച്ചു വെക്കുക. അടുത്തത് 1 ടൺ എന്ന് പറഞ്ഞാൽ 100 ക്വിൻ്റൽ, തെറ്റാണ്. 100 ക്വിൻ്റൽ എന്ന് പറയുമ്പോൾ 10000 കിലോഗ്രാം ആയി പോവും. സോ 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. ഡി പറയാണ് 1 ടൺ 10000 കിലോഗ്രാം ആണ്, അതും തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി മാത്രമാണ്. അടുത്തത് 4-ലെ ബി ചോദ്യമാണ്. സൊസൈറ്റിയിൽ 5 ദിവസം ശേഖരിച്ച പാലിന്റെ അളവ് താഴെ തന്നിരിക്കുന്നു. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ 5 ദിവസങ്ങളിലെ കണക്കുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പാൽ ശേഖരിച്ചത് ഏത് ദിവസമാണ്? നോക്കിക്കേ, ഏറ്റവും കൂടുതൽ വരുന്നത് 301 ലിറ്റർ 100 മില്ലി ലിറ്റർ, അതായത് തിങ്കളാണ് അല്ലേ. സോ നിങ്ങൾ ദിവസത്തിന്റെ പേരാണ് അവിടെ എഴുതേണ്ടത്, തിങ്കൾ എന്ന്. അടുത്തത് ബി ചോദ്യമാണ്. വ്യാഴാഴ്ചത്തേക്കാൾ എത്ര കൂടുതൽ പാൽ ബുധനാഴ്ച ശേഖരിച്ചു? വ്യാഴാഴ്ച ശേഖരിച്ചിട്ടുള്ളത് 294 ലിറ്ററും 500 മില്ലി ലിറ്ററുമാണ്. ബുധനാഴ്ച ശേഖരിച്ചിട്ടുള്ളത് 300 ലിറ്ററും 800 മില്ലി ലിറ്ററുമാണ്. എത്ര കൂടുതലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബുധനാഴ്ചയിൽ നിന്നും വ്യാഴാഴ്ച കുറച്ചാൽ മതി. അതായത് 300-ൽ നിന്ന് 294 കുറച്ചാൽ 6 ലിറ്റർ ആണ്. 800-ൽ നിന്ന് 500 കുറച്ചാൽ 300 മില്ലിമീറ്ററും. നിങ്ങൾ കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണേ, മില്ലിമീറ്ററുകൾ തമ്മിൽ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ, ലിറ്ററുകൾ തമ്മിൽ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 6 ലിറ്ററും 300 മില്ലി ലിറ്ററുമാണ്. വ്യാഴാഴ്ചത്തേക്കാൾ 6 ലിറ്ററും 300 മില്ലി ലിറ്ററുമാണ് ബുധനാഴ്ചയ്ക്കുള്ളത്. അടുത്ത ചോദ്യം. ഞായറാഴ്ച ശേഖരിച്ചതിൽ നിന്നും 64 ലിറ്റർ പാല് വിറ്റു. ബാക്കി പാലിന്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, ഞായറാഴ്ച ശേഖരിച്ചിട്ടുള്ളത് 285 ലിറ്ററും 300 മില്ലി ലിറ്ററുമാണ്. ഇതിൽ നിന്ന് 64 ലിറ്ററാണ് നമ്മൾ വിറ്റുപോയത്. അതായത് 64 ലിറ്ററാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. കുറയ്ക്കുമ്പോൾ നിങ്ങൾ ലിറ്ററിൽ നിന്ന് മാത്രം കുറയ്ക്കുക. അതായത് 64 ലിറ്റർ ആണല്ലോ നമുക്ക് കുറയ്ക്കേണ്ടത്. അതായത് 285 ലിറ്ററിൽ നിന്നും 64 ലിറ്റർ കുറയ്ക്കുക. 221 ലിറ്റർ എന്ന് കിട്ടി. പിന്നെ നമ്മുടെ 300 മില്ലി ലിറ്ററും, അതായത് 221 ലിറ്ററും 300 മില്ലി ലിറ്ററുമാണ് ബാലൻസ് ആയിട്ടുള്ളത്. ഡി ചോദ്യം. വെള്ളിയാഴ്ച ശേഖരിച്ച പാല് 40 ലിറ്ററിന്റെ 8 പാത്രത്തിൽ നിറയെ ഉണ്ടായിരുന്നു. ആകെ പാലിന്റെ അളവ് എത്ര? ഒരു പാത്രത്തിൽ 40 ലിറ്റർ ആണ് കൊള്ളുന്നത്. അങ്ങനത്തെ എത്ര പാത്രങ്ങളുണ്ട്? 8 പാത്രങ്ങളുണ്ട്. അതായത് 8 ഗുണിക്കണം 40 ലിറ്റർ. 8 ഗുണിക്കണം 40 എത്രയാണ്? 8 4 32 ആണ്. പിന്നെ ഒരു 0 ഇട്ട് കൊടുക്കാം. 320 ലിറ്റർ ആണ്. ഓക്കെ, വെള്ളിയാഴ്ച എത്രയാണ് ശേഖരിച്ച പാലിന്റെ അളവ്? 320 ലിറ്റർ. ഈ ചോദ്യം. ചുവടെ കൊടുത്തവയിൽ ശരിയായതിന് നേരെ ശരിയിടുക. ഇവിടെ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലി ലിറ്റർ, തെറ്റാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ
100 മില്ലി ലിറ്റർ, അതും തെറ്റാണ്. ഓപ്ഷൻ സി 1 ലിറ്റർ 1000 മില്ലി ലിറ്റർ ആണ്. ശരിയാണ്, 1 ലിറ്റർ 1000 മില്ലി ലിറ്റർ ആണ്. പഠിച്ചു വെക്കുക. അടുത്തത് 5ാമത്തെ പ്രവർത്തനമാണ്. 5ലെ എ ചോദ്യം, ദൂരം. ഋതികയുടെ വീട്ടിൽ നിന്നും വിവിധ പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള ദൂരമാണ് പട്ടികയിൽ തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പൊതുസ്ഥലത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്, ദൂരം നൽകിയിട്ടുണ്ട്, മീറ്ററിലും കിലോമീറ്ററിലും മീറ്ററിലും തന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, മുകളിൽ കൊടുത്ത പട്ടികയിലെ വിട്ട ഭാഗം പൂർത്തിയാക്കുക എന്നതാണ്. ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 2400 മീറ്റർ ആണ്. ഇത് കിലോമീറ്ററിലും മീറ്ററിലും എഴുതുമ്പോൾ 2400 എന്ന് പറയുമ്പോൾ അതിൽ എത്ര 1000 ഉണ്ട്? 2000 അല്ലേ? 1000 എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. 2000 എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആണ്. ബാലൻസ് ഉള്ള 400 മീറ്ററും. അടുത്തത് സ്കൂളിലേക്കുള്ള ദൂരം. അവിടെ 2 കിലോമീറ്ററും 200 മീറ്റർ എന്ന് മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞു 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ ആവുന്നത്. അതായത് 2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. 2 കിലോമീറ്റർ എന്ന് പറയുന്നത് 2000 മീറ്റർ ആണ്. അവിടെ കിലോമീറ്റർ നല്ല മീറ്റർ എന്നാണ് എഴുതേണ്ടത്. സോ ഇവിടെ 2 കിലോമീറ്റർ എന്ന് പറയുന്നത് 2000 മീറ്ററും പ്ലസ് ചോദ്യത്തിലുള്ള 200, 2200 മീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് 7300 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ തന്നെ 7000, എത്ര 1000 ഉണ്ട് അവിടെ? 7000 ഉണ്ട്. അതായത് 7 കിലോമീറ്റർ ആണ്. പിന്നെ 300 മീറ്ററും ബാക്കിയുള്ളത്. അടുത്തത് 5 കിലോമീറ്ററും 500 മീറ്ററാണ്. 5 കിലോമീറ്റർ എന്നുള്ളത് 5000 ആണ്. പിന്നെ 500 കൂട്ടുക, 5500 മീറ്റർ ആണ് വരുന്നത്. ടേബിൾ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ബി ചോദ്യം, ഋതിക സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ്. ഋതിക സ്കൂളിൽ, അവളുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം 2 കിലോമീറ്ററും 200 മീറ്റർ ആണെന്നും നൽകിയിട്ടുണ്ട്. ആദ്യത്തേത് ഋതികയുടെ വീടാണ്. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് 2 കിലോമീറ്ററും 200 മീറ്ററുമാണ്. ഇത് തന്നെയല്ലേ സ്കൂളിൽ നിന്നും അവളുടെ വീട്ടിലേക്കും ഉണ്ടാവുന്നത്? 2 കിലോമീറ്ററും 200 മീറ്ററും. ആകെ ദൂരം ചോദിച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൂട്ടുക. അതായത് 2 കിലോമീറ്ററും 2 കിലോമീറ്ററും കൂട്ടിയാൽ 4 കിലോമീറ്റർ ആണ്. 200 മീറ്ററും 200 മീറ്ററും കൂട്ടിയാൽ 400 മീറ്റർ ആണ്. 4 കിലോമീറ്ററും 400 മീറ്ററുമാണ് ആകെയുള്ള ദൂരം വരുന്നത്. അടുത്തത് സി ചോദ്യമാണ്. ചുവടെ തന്നവയിൽ ശരിയായതിന് നേരെ ശരിയിടുക എന്നതാണ്. ആദ്യത്തെ പ്രസ്താവന, ഋതികയുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള പൊതുസ്ഥാപനം പഞ്ചായത്ത് ഓഫീസാണ്. അല്ല, പഞ്ചായത്ത് ഓഫീസിലേക്ക് 2400 മീറ്റർ വരുന്നുണ്ട്. അതിലും കുറവാണ് സ്കൂളിലേക്ക് വരുന്നത്. ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തത്, ഋതികയുടെ വീട്ടിൽ നിന്നും ഏറ്റവും അകലെയുള്ള പൊതുസ്ഥാപനം ആശുപത്രിയാണ്. ആശുപത്രിയിലേക്കുള്ള ദൂരം വരുന്നത് 5500 മീറ്റർ ആണ്. അതിലും കൂടുതലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്, 7300 മീറ്റർ ഉണ്ട്. സോ ബി ഓപ്ഷനും തെറ്റാണ്. അടുത്തത് സി, ഋതികയുടെ വീട്ടിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒരേ ദൂരമാണ്. അതും തെറ്റാണ്. പഞ്ചായത്ത് ഓഫീസിലേക്ക് 2400 മീറ്റർ ആണ്, സ്കൂളിലേക്ക് 2200 മീറ്റർ ആണ്. സെയിം അല്ല. അത് ഡി, ഋതികയുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള പൊതുസ്ഥാപനം സ്കൂളാണ്. ശരിയാണ്, അവിടേക്ക് ദൂരം 2200 വരുന്നുള്ളൂ. ഏറ്റവും അടുത്തുള്ളത് സ്കൂളാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്തത് പ്രവർത്തനം 5ലെ ബി ആണ്. കാറ്റാടിക്കവല മുതൽ ചട്ടിവയൽ വരെ പുതിയതായി നിർമ്മിച്ച റോഡിന് കൈവരി പണിയുകയാണ്. 1-ാം ദിവസം 2 കിലോമീറ്റർ 300 മീറ്റർ കൈവരിയുണ്ടാക്കി. 2-ാം ദിവസം 2 കിലോമീറ്റർ 200 മീറ്റർ കൈവരിയുണ്ടാക്കി. ചോദ്യം ഇതാണ്, 1-ാം ദിവസം നിർമ്മിച്ച കൈവരിയുടെ നീളം എത്ര മീറ്റർ ആണ്? മീറ്ററിൽ മാത്രമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 കിലോമീറ്റർ 300 മീറ്റർ ആണല്ലോ. നമുക്കറിയാം 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2000 മീറ്റർ ആണ്. 2000 മീറ്ററും 300 മീറ്ററും കൂട്ടിയാൽ 2300 മീറ്റർ. ഈ ചോദ്യം, ആദ്യ 2 ദിവസങ്ങളിൽ നിർമ്മിച്ച കൈവരിയുടെ ആകെ നീളം എത്രയാണ്? രണ്ടും കൂടി കൂട്ടി നോക്കിയാൽ പോരെ. 2 കിലോമീറ്ററും 2 കിലോമീറ്ററും കൂട്ടുക, 4 കിലോമീറ്ററായി. 300 മീറ്ററും 200 മീറ്ററും കൂട്ടുക, 500 മീറ്ററായി. മീറ്ററുകൾ തമ്മിൽ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ, കിലോമീറ്ററുകൾ തമ്മിൽ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് 4 കിലോമീറ്ററും 500 മീറ്ററുമാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് സി ചോദ്യം, 7 കിലോമീറ്റർ കൈവരി നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. ഇനി നിർമ്മിക്കാനുള്ള കൈവരിയുടെ നീളം എത്ര? അതായത് 7 കിലോമീറ്റർ ആവാൻ ഇനി എത്ര വേണം? 1 കിലോമീറ്ററും ആയാൽ 5.5 കിലോമീറ്ററായി, ഒന്നുകൂടി ആയാൽ 6.5 ആയി. പിന്നെ ആവാൻ വേണ്ടിയിട്ട് 1/2 കിലോമീറ്റർ കൂടിയും, അതായത് 2.5 കിലോമീറ്റർ. 2 കിലോമീറ്ററും 500 മീറ്റർ കൂടിയാണ് ഇനി വേണ്ടിയത്. അടുത്ത ചോദ്യം ഡി, 7 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റി ചെയ്തു. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. 7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 7000 മീറ്റർ ആണ്.
ഈ ചോദ്യം ചുവടെ കൊടുത്തവയിൽ ശരിയായതിന് നേരെ ശരിയിടുക. ശരിയായിട്ടുള്ളത് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. ഒന്നാമത്തത് ശരിയാണ്. പിന്നെ മൂന്നാമത്തത് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അതായത് ഓപ്ഷൻ സി 1ഉം 3ഉം ശരി എന്ന കോളത്തിന് നേരെ ടിക്ക് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.